കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷും നിധിയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് അമ്പലത്തിൽ വെച്ച് അവർ പരസ്പരം താലി കെട്ടുകയും മാല ചാർത്തുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം രാത്രി നിധി സുധീഷിനോട് പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയി വന്നാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എങ്കിൽ അമ്പലത്തിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും സുധീഷും അമ്പലത്തിലോട്ട് പുറപ്പെടുകയാണ്. ഇങ്ങനെ അവർ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് ഒരു പൂക്കടയുടെ മുന്നിൽ സുധീഷ് വണ്ടി നിർത്തുകയും നിധിയും സുധീഷും പൂക്കടയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും സുധീഷ് മുല്ലപ്പൂ വാങ്ങി നിധിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിധി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷ് തന്നെ ഇത് എനിക്ക് തലയിൽ ചൂടിത്തന്നാൽ മതി എന്ന് പറയണേ. അങ്ങനെ സുധീഷ് നിധിയുടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുത്ത് പിന്നെ അവർ അവിടെ നിന്നും അമ്പലത്തിലോട്ട് പുറപ്പെടുകയാണ്. ആ സമയത്ത് സുധീഷ് ബൈക്ക് മെല്ലെ ആയിരിക്കും ഓടിക്കുന്നുണ്ടാവും. സുധീഷ് മെല്ലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിധി സുധീഷിനോട് പറയുന്നുണ്ട്, കുറച്ചും കൂടി സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ അമ്പലം അടക്കും, ഇപ്പോൾ തന്നെ സമയം 7 മണി ആയല്ലോ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും അടുക്കാൻ ഇത്രയും സമയം ദൈവം എടുത്തില്ല, അപ്പോൾ ദൈവം കുറച്ച് സമയം നമ്മളെ വെയിറ്റ് ചെയ്യട്ടെ, 7:30 മണി അല്ല ആയിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഒരു ഐസ്ക്രീം കടയിൽ ഇറങ്ങുകയാണ്. അവിടെ നിന്നും അവർ ഐസ്ക്രീം വാങ്ങി കഴിക്കുകയാണ്. ആ സമയത്ത് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ചോക്ലേറ്റ് ആണ് എടുത്തത് എന്ന് പറയണേ. അപ്പോൾ നിധി സുധീഷിനോട് പറയുകയാണ്, എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിധി അത് സുധീഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. ആ സമയത്ത് സുധീഷിന് അത് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നിധി അത് ടേസ്റ്റ് ചെയ്ത് തിരിച്ച് സുധീഷിനെ തന്നെ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നികേഷിനെയും ഹരീഷിനെയും ആണ്. വീട്ടിൽ അവർക്ക് വേണ്ട മണിയറ ഒരുക്കുകയാണ് നികേഷും ഹരീഷും. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് ചെയ്യുക, അവരിപ്പോൾ തന്നെ വരും എന്ന് പറയണേ. അങ്ങനെ അവർ മണിയറ ഒരുക്കുന്ന സമയത്ത് നികേഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷ് ഏട്ടാ ഇതുപോലെ തന്നെ ചെയ്യണം, ബെഡിൽ ഇതുപോലെ ഹാർട്ട് രൂപത്തിലൊക്കെ ഇടണം എന്ന് പറയണം. അവർ കല്യാണം കഴിഞ്ഞ് കുറേ മാസങ്ങളായിരിക്കണമെങ്കിലും അവർ പരസ്പരം ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയത് ഇപ്പോഴല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, അതുപോലെയൊക്കെ ചെയ്യാടാ, നമുക്ക് പെട്ടെന്ന് പണികളെല്ലാം തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പണികളെല്ലാം തീർക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ തുടർ കഥ ഇനിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി.